ഗൈസ്, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സ്റ്റീൽ ഡോറിനെ എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ടെമ്പററി ഡോറാക്കിയിട്ട് മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡോറിൻ്റെ കട്ടിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫുള്ള് ചെതല പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനനുസരിച്ചിട്ട് നല്ല മരങ്ങളൊക്കെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനും അതിൻ്റെ കട്ടിലാക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ മറ്റേ സ്റ്റീൽ ഡോറിൻ്റെ അതേ അളവും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കട്ടിലേൻ്റെ അളവും ഒക്കെ ഒന്ന് ഒപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളിത് ആ ഒരു അളവൊക്കെ വെച്ച് നമ്മൾ കട്ടില ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സെൻറ്റർ പോർഷനാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ഡോർ ആയതുകൊണ്ട് ഇതൊരു പണ്ടത്തെ ടൈപ്പ് ഡോറായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നതും. ഇതൊരു ടെമ്പററി ആയിട്ട് കുറച്ച് മാസത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആണി അടിക്കേണ്ടതാണ്. എല്ലാ സൈഡിലും നമ്മൾ ആണി അടിച്ചെടുക്കുകയാണ്. നാല് സൈഡിൽ നമ്മൾ കുറേ ആണി അടിച്ച് വെക്കുകയാണ്. നല്ല ഉറപ്പിച്ച് വെക്കുകയാണ്. ഇനി നമ്മുടെ അവരെ വെക്കേണ്ട സ്പേസിലൊന്ന് ചെന്ന് നോക്കുകയാണ്. കൂടെയാണ് കേട്ടോ ഇത്. ഇനി സെൻറ്ററിൽ ആ ഒരു ഡോറിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ആ ഒരു ഭാഗം ശരിയാക്കുകയാണ്. അപ്പം എല്ലാം ശരി. നമ്മൾ ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെൻറ്റർ പോർഷൻ ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗം. പിന്നെ ആ ഒരു മരത്തിൻ്റെ ഭാഗം ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്ക്രൂ ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളൊന്നും കൂടി ഇതിൽ കറക്റ്റായോ എന്ന് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശരിയായി. നമുക്ക് ഈ സ്റ്റീലിൻ്റെ ആ ഒരു കവർ ഇതിലേക്ക് ആണി അടിച്ച് ഫിറ്റ് ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള പണിയാണ്. എന്നാലും ഇതിൻ്റെ ആ ഒരു അളവിൻ്റെ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം. അപ്പോൾ നമ്മൾ ആ ഒരു ഡോറൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡോർ ഇതാ അവിടെ സെറ്റായി കഴിഞ്ഞു. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് അടക്കാൻ പോലും പറ്റാത്ത ഡോറായിരുന്നു. ഇപ്പോൾ ഇതുപോലെ വൃത്തിയായത്.